പ്രണയിനിയോട് സംവദിക്കുക എന്നതാണ് ഗസൽ. പ്രണയിനിയോട് മാത്രമല്ല, പ്രിയപ്പെട്ട എന്തിനോടും സംവദിക്കുന്നതും ഗസൽ തന്നെ. ഉത്തരേന്ത്യൻ ഭാഷകളിൽ മാത്രം നാം കേട്ട് ശീലിച്ച ഗസൽ സംഗീതത്തെ മലയാള ഭാഷയിലേക്ക് പാടിപ്പകർന്ന സംഗീത ചക്രവർത്തി ശ്രീ ഉമ്പായിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ താങ്കളുടെ വലിയൊരു ആരാധകനാണ്. അതാണ് ഉമ്പായി എന്ന ഗസൽ സിംഗറിൽ നിന്ന് തുടങ്ങുന്നതിന് മുമ്പ് താങ്കളുടെ മട്ടാഞ്ചേരിയിൽ നിന്ന് നമുക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നു. ഒന്ന്, സംഗീതം ആസ്വദിക്കുന്നവർ മാത്രമല്ല ആ ജനത, സംഗീതത്തിന് വേണ്ടി അർപ്പിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കതിൽ നിന്ന് തന്നെ തുടങ്ങാം. ആ ദേശത്തിൻ്റെ ഒരു മട്ടാഞ്ചേരിയെ പറ്റി എൻ്റെ ദേശമാണ്, ഞാൻ ജനിച്ച ദേശമാണ്. ഒരു ഘരാന എന്ന് ഞാൻ പറയാം. ഘരാന എന്ന് പറയുമ്പോൾ വടക്കേന്ത്യയിലെ സംഗീതം അതെ വ്യത്യസ്തമായ ശൈലികളിൽ പ്രചരിപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതും ഘരാനകൾ വഴിയാണ്. മട്ടാഞ്ചേരി ആ അർത്ഥത്തിലൊരു ഘരാനയാണ് തീർച്ചയായിട്ടും. ഭാരതത്തിലെ ഗ്രേറ്റ്സ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് മട്ടാഞ്ചേരിയിൽ വന്നിട്ടുള്ളതാണ്. അതിൽ പണ്ഡിറ്റ് രവിശങ്കർജി ഉസ്താദ് അല്ലാറക്ക 2 തവണ, ബിസ്മില്ല ഖാൻ സാബ് 2 തവണ, ബേഗം മക്തർ 2 തവണ. ഇവരവിടെ വരുമ്പോൾ അവിടെ ഒരു മനസ്സുണ്ടല്ലോ, മനുഷ്യ മനസ്സുകൾ അവിടെ ഇത് കാത്തിരിക്കുന്നത്. ആ ഒരു സമൂഹത്തിലാണ് ഞാനും ജനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗുണഫലമാണ് ഞാനും അനുഭവിക്കുന്നത്. പക്ഷെ നമ്മൾ മട്ടാഞ്ചേരിയെക്കുറിച്ച് പറയുമ്പോൾ മട്ടാഞ്ചേരി തന്നെ പറയണം. കൊച്ചി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം മാറി. അതെ അതെ. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, പനയപ്പള്ളി, അങ്ങനെയുള്ള ആ ഒരു ഭാഗം, അതൊക്കെയാണ് ഇതിൻ്റെ. അതിലെല്ലാം ഉണ്ട്, എല്ലാ ജാതി, മിനി വേൾഡ്. ഒരുപാട് പരദേശികൾ, പിന്നെ ഇസ്രായേലുകാർ വരെ 2 പേരും ഇപ്പോൾ അവശേഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. മറാത്തി, ഗുജറാത്തി, പഞ്ചാബി എല്ലാം ഉണ്ട്. മുസ്ലിമിൻ്റെ എല്ലാ വിഭാഗം ഉണ്ട്, ഹൈന്ദവരുടേതുണ്ട്. ഇതിൻ്റെ സെൻട്രലാണ് ഹൈന്ദവരുടെ ഒരു മറ്റേ കൊങ്കണി വിഭാഗം ഒക്കെ ആത്മസൗഹൃദത്തിൽ ജീവിക്കുന്നു. ഈ സംഗീതത്തിൻ്റെ കൂട്ടായ്മയുള്ള മട്ടാഞ്ചേരിയെ തന്നെ നമുക്ക് ആദ്യം കാണാം. അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. വാപ്പ ഉമ്മയിലേക്കൊക്കെ വന്നാൽ വാപ്പ തോണിയിൽ ശ്രാങ്കായിരുന്നു. വാപ്പ തോണി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അല്ലേ? EMS സബുക്ക എന്നറിയപ്പെടുന്ന ഒരു അഭിമാനമായിരുന്നില്ലേ? സംഗീതത്തിൻ്റെ ബാങ്കര വെറുപ്പായിരുന്നു വാപ്പയ്ക്ക് അല്ലേ? അല്ല, അത് വെറുപ്പ് എങ്ങനെയാണ്, അദ്ദേഹം ഇടക്കൊക്കെ പാടും, തിമ്മിത്തോം തെയ്യത്തോം അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടും ഒക്കേഷണലി. പക്ഷെ അദ്ദേഹം കാണുന്ന ചിത്രം കലാകാരൻ്റെ അന്നത്തെ അവസ്ഥ. ഇന്നിപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് സോഴ്സ് ചാൻസസ് ഉണ്ട്. അന്നൊന്നുമില്ല. തബല വായിച്ച് പാട്ടൊക്കെ പാടിയാൽ അതോടുകൂടി അങ്ങ് അവസാനിക്കില്ല. ആ ഒരു ഉത്കണ്ഠയാണ് അദ്ദേഹത്തിന് എന്നിലെ സംഗീതത്തെ എതിർക്കാൻ കാരണമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. അത് പിൽക്കാലത്ത് ബോധ്യപ്പെട്ടിട്ട് അവൻ ഇങ്ങനാവുമെന്ന് ഞാൻ കരുതിയില്ല യൂസഫെ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞായിട്ട് പിന്നീട് ഞാൻ അറിഞ്ഞു. പിന്നീട് ഒരിക്കലും EMSൻ്റെ പ്രസംഗം കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ വാപ്പ വളരെ സന്തോഷത്തോടുകൂടി 5 രൂപ എടുത്ത് തന്നു. EMSൻ്റെ പ്രസംഗം, EMS രാജേന്ദ്ര മൈതാനത്ത് വന്നാൽ 5 രൂപ ഉറപ്പാണ്. അപ്പോൾ ബസ് കാശുമായി ഒരു 2 പൊറോട്ട, ഒരു ബീഫ് റോസ്റ്റ് ഒക്കെ അടിക്കാനുള്ള അന്നത്തെ. അപ്പം ഉമ്മടയിലെ കൊടുക്കുക. അപ്പോൾ ഉമ്മാൻ്റെ ഡയലോഗ് അങ്ങനെയാണ്, EMS ആരാ വരുന്നു എന്നാ വാപ്പ എന്നാണ്. അതിനൊന്നും വിഷയമല്ല. 5 നേരം നമസ്കാരം, ഭക്തി മാത്രം. ജനകീയനായ പാട്ടുകാരന് കേരളത്തിലെല്ലാവരും സ്നേഹത്തോടെ ആരാധനയോടെ കാണുന്ന മെഹബൂബായിട്ടുള്ള ബന്ധം, അദ്ദേഹത്തിൻ്റെ കൂടെ തബല വായിക്കാനായിട്ട് അല്ലേ കുറേ കാലം. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു എൻ്റെ ബാപ്പാടെ അനിയൻ ഖാലിദ്. മെഹബൂബായി ഖാലിദ് അള്ളാപ്പയോട് പറയും, കുട്ടി ഭയങ്കര ടാലൻറ്റഡാണ് കേട്ടോ ഖാലിദ് ഭായി, അവന് ഗവനിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയും, ജ്യേഷ്ഠൻ എന്നെ വിട്ടുകൊടുക്കില്ലല്ലോ, പക്ഷെ അന്ന് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, മോൻ്റെ വിരലിന് നല്ല ടോണാണ്, ആ ടോൺ അള്ളാഹു തരണം, വിദ്യ ഇവിടുന്ന് കിട്ടണം. പക്ഷേ ഇവിടുന്ന് വിദ്യ മുന്നിൽ കിട്ടിയിട്ട് കാര്യമില്ല, ബോംബെ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോകണം. അപ്പോൾ അള്ളാരക്കയുടെ അന്ന് തബല വായന കേട്ടിട്ട് അപ്പം ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചു അല്ലേ? എല്ലാത്തൊരു അത് അവസ്ഥ പറയാൻ ആരകണ്ടാകുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്കെന്തുകൊണ്ട് ഇതിങ്ങനെ പറ്റണില്ല, പഠിക്കാൻ പറ്റണില്ല എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് ഈ വിപ്ലവം ഉണ്ടാക്കിയിട്ടുള്ളത്. തബല പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബോംബെ പോയത്. കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നോവ എന്ന് പറഞ്ഞൊരു ദ്വീപ, എലഫൻ്റ, പാമ്പും പട്ടിയും മാത്രമേ ഉള്ളൂ.
200-300 വടക്കേന്ത്യൻ കുട്ടികളും ഒരു മലയാളിയായിട്ട് ഞാനും, മലയാളിയല്ല മലബാരി. പക്ഷെ അവിടെ പിടിച്ചു നിന്നത് എൻ്റെ പാട്ടുകൊണ്ട് തന്നെ. മന്നാടെ സാബിൻ്റെയൊക്കെ അതൊക്കെ വലിയ സംഭവം. മുകേഷിൻ്റെ പാട്ടുകളൊക്കെ അവർക്ക് മലബാരി ക്യാ ഗാര എന്നുള്ളൊരു സാധനം. അപ്പോൾ അവിടെ ഇങ്ങനെ അവരുടെ താല്പര്യത്തിന് എൻ്റെ ആവശ്യത്തിനൊക്കെ പാടും. അപ്പോൾ അവിടെ ഇങ്ങനെ സ്മോളിൻ്റെ പരിപാടിയൊക്കെ നടക്കണേ, അത് കിട്ടണമെങ്കിൽ ഞാൻ ചെല്ലണം, എന്നാലേ കാര്യം നടക്കും. അപ്പോൾ അതിന് വേണ്ടിയും പിന്നെ ലീവ് കിട്ടാനും പിന്നെ ബോംബെയിലേക്ക് വരാനുള്ള സാങ്ഷൻ, കോട്ടിയ വലിയ പായക്കപ്പൽ അതിൽ പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ അതിൽ പോകാൻ സാങ്ഷൻ കിട്ടണം. അങ്ങനെ സാങ്ഷൻ വന്ന് ബോംബെയിൽ വരുമ്പോഴാണ് ഈ അന്വേഷണം, ഉസ്താദിനെ അന്വേഷിക്കണം. പിന്നെ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിച്ച വ്യക്തിയെ ആ രൂപത്തെ ഞാൻ കാണുന്നു. ഉസ്താദ് അല്ലേ ഒരിക്കൽ അല്ലേ ആരോ ഒരാൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ച് സംഭവിച്ച പോലെയൊക്കെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. പഠിച്ചോൻ അങ്ങനെ ഒരു നിയോഗം അല്ലേ. ഉമ്മയുടെ ഉമ്മയാണ് ദൈവം. ആ സ്നേഹത്തിൻ്റെ ആ ഒരു പോരിശ എന്ന് പറയില്ല, പോരിശ. എല്ലാം ശരിയാവും, പേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ശരിയാലോ. ശരിക്കും പറഞ്ഞാൽ വാപ്പ സംഗീതം പഠിക്കേണ്ട അല്ലെങ്കിൽ സംഗീതത്തെ എതിർത്തപ്പോഴും ഉമ്മ നിശബ്ദമായിട്ട് അല്ലേ. അല്ലാറക്കട പരിപാടി എന്ന് പറഞ്ഞാൽ അത് മട്ടാഞ്ചേരിയിൽ വലിയ സംഭവമാണ്. അപ്പോൾ അല്ലാറക്ക ഉസ്താദ് അല്ലാറക്കയുടെയും രവിശങ്കറിൻ്റെ പരിപാടി കേട്ടത് ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി. അതിനുശേഷമാണ് അത് ബാപ്പാടെ ഒരു പ്രതികരണം ഉണ്ടായത്. ശക്തമായ പ്രതികരണമായിരുന്നു. അപ്പോൾ കെട്ടിയിട്ട് തല്ലേ ഒരു ശക്തമായ അത് കഴിഞ്ഞപ്പോഴാണ് പിറ്റത്തെ GMS വരുന്നു. അപ്പോഴാണ് ഉമ്മ ഈ 5-ോട്ട് വരുന്നത്. അപ്പോഴാണ് ഒരു ചിന്ത മനസ്സിൽ വന്നത്, ബാപ്പയുടെ കല എന്നിലടിച്ചേൽപ്പിക്കുകയും എൻ്റെ കലക്ക് നേരെ കുതിര കറയുകയും ചെയ്യുമ്പോൾ അത് ശരിയല്ല. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ആ സമയത്ത് ഇങ്ങനെ സ്മോൾ അടിച്ച് നടക്കാത്ത ഞാൻ പറയുന്നത് എനിക്കും 2 പെങ്കടിക്കും. അങ്ങനെയാണ് ഒരു അരാജക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് തന്നെയുമല്ല, ആ അരാജക ജീവിതത്തിൽ വേറൊരു സുഖമുള്ളത്, ഇവൻ 2 അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴുള്ള ആ ഒരു ശൂരത്വമുണ്ടല്ലോ. പാടാൻ പറ്റാത്തത് പാടാം, വായിക്കാൻ പറ്റാത്ത വായിക്കുക എന്നുള്ളൊരു പിന്നെ പൊതുശല്യമായി. എല്ലാവരും കാണുന്നിടത്തുനിന്നൊക്കെ ആൾക്കാർ ഓടുന്ന അവസ്ഥയായി. എന്തോ ഭാഗ്യം കൊണ്ട് തല്ലിക്കൊന്നില്ല എന്ന് കണ്ടുപിടിച്ച് നടക്കുന്ന ഒരാളെന്നുള്ള രീതിയിലല്ലേ. അപ്പോൾ മെഹബൂബിൻ്റെ ഒക്കെ പാരമ്പര്യം ഉള്ളതുകൊണ്ട് അത് പിന്തുടരുന്നു എന്നുള്ളൊരു ബാഹ്യ സമൂഹം അങ്ങനെ ആയിരിക്കും. ബാഹ്യെ കാണുന്ന പോലെ ആരെയും കാണുകയില്ല, ബായിക്കേ സാധിക്കുള്ളൂ. ബായിക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബായി എന്ന് വിളിക്കുന്നതാണല്ലോ ജനഹൃദയങ്ങളിൽ നിൽക്കുന്നൊരു വ്യക്തിത്വമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ എന്തായാലും മെഹബൂബായി പാടിയത് നമുക്കൊന്ന് കേട്ടാൽ അറിയില്ല. ആ പാട്ടുകൾ ഓർമ്മകളിൽ മെഹബൂബ്. ഈ ഗസൽ ഞാൻ പരിചയപ്പെടും. ചെറുപ്പത്തിലെ നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് തമ്മിൽ പറഞ്ഞതും മറന്നുപോയോ. ചെറുപ്പത്തിലെ നമ്മൾ രണ്ടും കറിച്ചട്ടി ചിരട്ടയായി മുരിങ്ങാപ്പൂ പറിച്ചിട്ട് കറി വെച്ച് കളിച്ചതും മറന്നുപോയോ. കറി വെച്ച് കളിച്ചതും മറന്നുപോയോ. ചെറുപ്പത്തിൽ അത് അതേ മെഹബൂബായി തന്നെ കരളിൽ തീരിയും തലമണ്ട പുകയും മുന്നോട്ട് പായുന്നെൻ്റെ റെയില് വണ്ടി നേരെ മുന്നോട്ട് പായുന്നെൻ്റെ റെയില് വണ്ടി. അതൊരു ദീപ്ചന്ദ് എന്ന് പറയുന്നത് ധദിൻ ധദിൻ ധത്തിൻ തക് തക്, ഇതാണ് ദീപ്ചന്ദ് ഹിന്ദുസ്ഥാനി താള ഗതിയിൽ. അതിലാണ് ചിട്ടപ്പെടുത്തുന്നത്. എന്നിട്ട് പിന്നെ ഗർവായിരുന്നു ഇതുവരെ അല്ലേ. അത് വരുമ്പോൾ അന്തവും മറ്റതിരും മറ്റൂടെ നീളം കിടക്കുന്നു 1000 മൈൽ നീണ്ട റെയിൽ പാളങ്ങൾ, 1000 മൈൽ നീണ്ട റെയിൽ പാളങ്ങൾ, ഏറ്റങ്ങൾ അനവധി ഇറക്കങ്ങൾ അനവധി, എന്നിട്ടും പായുന്നെൻ്റെ റെയിൽ വണ്ടി, എന്നിട്ടും പായുന്നെൻ്റെ റെയിൽ വണ്ടി. കരളിൽ തീരെ ഇതൊരു അസാമാന്യ ശൈലിയാണ്. തബല വായിക്കുന്നവൻ ഹാർമോണിയം വായിക്കുന്നവനാണെങ്കിലും മൂപ്പരുടെ കൂടെ സഹകരിക്കുന്ന എല്ലാവരും വിജിലൻ്റ് ആയിരിക്കണം. ഏത് സമയത്ത് എവിടുന്ന മാറുമെന്ന് പറയാൻ പറ്റും.